സുരതാളം തിമിർക്കുന്നു ഹൃദയത്തിൽ, ആരോ നിശബ്ദമൊരു നോവായി നിറയുന്നു. നെഞ്ചിലാഴ്ന്നമരുന്നു മുനയുള്ള മൗനങ്ങൾ, ആർദ്രമൊരു വാക്കിന്റെ വേർപാടു നുരയുന്നു. ഗ്രാമീണികരുടെ ചിരകാല സ്വപ്നങ്ങൾ ചടുലമായ ചുവടുവെപ്പുകളിലൂടെ ചെറിയ കുതിപ്പുകൾ തുടരുന്ന ഒരു ഗ്രാമത്തിന്റെ, അതേ മുഗു എന്ന കൊച്ചു ഗ്രാമത്തിന്റെ പ്രതീക്ഷാ പുതിനാമ്പുകൾ വിരിയുന്ന ഒരു ദൃശ്യാവിഷ്കാരമാണിവിടെ. ഇന്നലകളുടെ ഊടുവഴികളിൽ ഇതിഹാസത്തിന്റെ ഇരമ്പലുകൾ ബാക്കിയാക്കി വികസനത്തിന്റെ ഇത്തിരിവട്ടം ഇവിടെ കൈമാറിത്തന്ന പൂർവികരിൽ നിന്നും ഒരു ദീപശിഖയായി നാം ഏറ്റുപിടിക്കുകയാണ്. അതിവിടെ പ്രകാശം പരത്താൻ ഇനിയും കാതങ്ങൾ നീട്ടിവിളിക്കരുത് എന്ന പ്രതീക്ഷയും നമുക്ക് ഇവിടം വെച്ച് തുടങ്ങാം. അരനൂറ്റാണ്ടുകാലം അറിവിന്റെ അക്ഷരഖനികൾ ചൊല്ലിപ്പടിച്ച ഈ കലാലയമുറ്റത്ത് അനേകായിരം മുഖങ്ങൾ മിന്നിമറഞ്ഞപ്പെടും. ഇവിടം വിട്ടിറങ്ങിയവരെല്ലാം വ്യത്യസ്ത മേഖലയിൽ ഔന്നത്യത്തിന്റെ പടവുകളിൽ. പക്ഷേ ഇവിടെ ഇന്നും അതേ ക്ലാസ് മുറികൾ, അതേ ചുമരുകൾ. ഇത് മാറുമോ അതോ മാറ്റുമോ? ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥി ബാഹുല്യം കൊണ്ട് വീർപ്പുമുട്ടിയ ആ പഴയകാലം ഇന്ന് അത് വിരലിലെണ്ണി തീർക്കാം. കാരണം മറ്റൊന്നുമല്ല, വിപുലീകരണം വിമിട്ടമാണ് നമുക്ക്. എന്നാലും പ്രതീക്ഷിക്കാം മുഗു ഹൈസ്കൂൾ, മുഗു ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാർത്ഥികൾ എത്തിപ്പെടാതിരിക്കുന്നതിന് ഇനിയുമുണ്ട് കാരണങ്ങൾ. ഉഷ്ണവും ശൈത്യവും ഒരുപോലെ ദുഷ്കരം. കാലാകാലങ്ങളിൽ മണ്ണിട്ട് നികുത്തി മോടി പിടിപ്പിക്കുന്നു. ഒരു ചാറ്റൽ മഴ മതി, പിന്നെ ഈ റോഡ് ഒരടി മുന്നോട്ട് വെച്ചാൽ രണ്ടടി പിന്നോട്ട്. പിന്നെ കാലം അധികം കാത്തിരുന്നില്ല. നമ്മുടെ പൈതങ്ങൾ ഇവിടം വിട്ട് പറന്നു അങ്ങകലെ ഏതോ സ്കൂളുകളിലേക്ക്. സ്കൂൾ ഏതായാലും എൻ്റെ കുട്ടി പഠിക്കട്ടെ, കാക്കക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. നമ്മുടെ റോഡ് തെരഞ്ഞെടുപ്പുകൾ പലതും കരഘോഷത്തോട് കുട്ടിയാടി സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വരുന്നതും ഇതേ റോഡിലൂടെ. വാഗ്ദാനങ്ങൾ മല പോലെ വരുന്നു, മഞ്ഞുപോലെ പോകുന്നു. വികസനം എന്തെന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ടോ അതോ മുന്നേറ്റത്തിന് ഭ്രഷ്ടുകൽപ്പിക്കപ്പെട്ട് അധോഗതിയുടെ പുറംപോക്കുകളിൽ എന്നും നിലനിർത്താനുള്ള ആരെങ്കിലും പകൽക്കിനാവ് കണ്ടതിന്റെ ഫലമോ? എന്തു തന്നെയായാലും ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുഞ്ഞുമക്കളെ വഹിച്ചുകൊണ്ടുള്ള മൂചക്ര വാഹനങ്ങൾ ഞെങ്ങി ഞെരുങ്ങി വരുന്നതിന്റെ ദുഷ്കര കാഴ്ച കണ്ണുള്ളവനെ ഇരുത്തി ചിന്തിപ്പിക്കാതിരിക്കില്ല. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ച്, സ്വജീവനത്തിന്റെ സാമൂഹിക പരിസ്ഥിതിയെക്കുറിച്ച്, വീഴ്ചയിലെ ഗർത്തത്തിൽ നിന്ന് നേട്ടത്തിന്റെ ഉച്ചയിലേക്ക് എത്തിപ്പിടിക്കാനുള്ള ബോധമണ്ഡലത്തെക്കുറിച്ച്. മുഗു ഗ്രാമത്തിൽ വസിക്കുന്ന യുവാക്കളും നാട്ടുപ്രമാണിമാരും ഒരുപോലെ ഉത്ബുദ്ധരാണ്. അനർത്ഥങ്ങളായ ഒറ്റപ്പാടുകൾക്ക് കൂട്ടുകൂടുന്ന തെരുവ് പിള്ളേരും രാഷ്ട്രീയത തലക്ക് പിടിച്ച യുവത്വ മനസ്സും. കാര്യബോധത്തിന്റെ പക്വമായ ഇടപെടലുകൾ അന്യമായ നാട്ടുകാരണവന്മാരും ഇന്നാട്ടിൽ വളർന്നു വരരുത്. കൃത്യമായ ലക്ഷ്യബോധത്തോടെ വ്യക്തമായ ചുവടുകൾ, അതായിരിക്കണം നമ്മുടെ മുഖമുദ്ര. ആരാധനാലയങ്ങൾ, മതപാഠശാലകൾ, കാര്യാലയങ്ങൾ, നിക്ഷേപ സംരംഭങ്ങൾ, ഇവിടങ്ങളിൽ എത്തിപ്പെടാൻ നിവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ വയ്യ. പക്ഷേ നിരന്തരമായ പരിശ്രമവും നിസ്വാർത്ഥമായ സേവനവും നന്മയ്ക്ക് വേണ്ടിയുള്ള പിടിവാശിയും നേട്ടങ്ങളുടെ നെറുകയിൽ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുദാഹരണമാണ് മനോഹരമായ ഈ പാലം. പരസ്പര പൊരുത്തപ്പെടലിന്റെ കൊടുക്കലും വാങ്ങലും കാര്യബോധത്തിന്റെ പര്യായമാകുമ്പോൾ വ്യക്തി സ്വാർത്ഥതക്കപ്പുറം സാമൂഹിക പ്രതിബദ്ധത ഹൃത്തടങ്ങളിൽ സന്നിവേശിപ്പിച്ച് സേവന മനസ്കത മുഖമുദ്രയാക്കിയ ഒരു സമൂഹത്തിന് നേട്ടങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്ന് ഇതിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. നിരന്തരമായ പ്രതിഷേധങ്ങൾ വാക്കിലും വരിയിലും തീജ്വാല ഉയർത്തിയപ്പോൾ ഇടപെടലുകൾ നിവേദന രൂപം പ്രാപിച്ച ജനപ്രതിനിധികളുടെ മേശപ്പുറത്തേക്ക് ഒരു മലവെള്ളപ്പാച്ചിൽ കണക്കെ കുത്തിയൊഴുകുകയായിരുന്നു. പിന്നെ അധികം കാത്തിരുന്നില്ല. MLA ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ അനുവദിച്ച് സെപ്റ്റംബർ 12, 2010 അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA കരാ ബ്രിഡ്ജിന് ശിലപാകിയപ്പോൾ ആ സുന്ദര സുരഭില സുമോഹന മുഹൂർത്തം 2 വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച് ഫെബ്രുവരി 13, 2012 PB അബ്ദുൾ റസാഖ് MLA നാടിന് സമർപ്പിച്ചപ്പോൾ നാടിന് വേണ്ടി വിയർപ്പൊഴുക്കിയ കാരണവന്മാരും യുവാക്കളും എന്നല്ല നിവാസികൾ മുഴുക്കെ സന്തോഷത്തിന്റെ പാരമ്യതയിൽ പരമോന്നതിയുടെ പരവതാനിയിൽ പകിട്ടാർന്ന സന്തോഷപ്പൂക്കൾ വിരിയുകയായിരുന്നു. നന്ദി അക്ഷീണം യത്നിച്ച സർവകരങ്ങൾക്കും. ഈ കയറ്റിറക്കങ്ങളിലും ടാറിംഗ് എന്നത് വികസന സാക്ഷാത്കാര വിദൂരമാണെന്ന് വ്യാകുലപ്പെടേണ്ട.
വരും കാലങ്ങളിലെ വൻമുന്നേറ്റങ്ങളിൽ വ്യതിരിക്തമായ വിപ്ലവമായി ചരിത്രപഥത്തിൽ എഴുതപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഇരുധ്രുവങ്ങളിൽ നിൽക്കുന്ന പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് മുഖേന സമയലാഭവും സുഖയാത്രയും സമ്മാനിക്കുമെന്നത് അവിതർക്കിതമാണ്. എന്നിട്ടും ഇതിനൊരു മാറ്റം വരുത്താൻ കഴിയില്ലെന്നാണോ? തീർച്ചയായും. പരിശ്രമത്തിന്റെ പാറക്കെട്ടിലാണ് വിജയത്തിന്റെ നീരുറവ. ഇനി എന്റെ മുഗു നിവാസികളോട് സ്നേഹപൂർവം, നാട്ടിലും അങ്ങകലെ കടലിനക്കരെ വസിക്കുന്നവരും സർവർക്കും സുഖം നേരുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചകൾ പുരോഗമിക്കുമ്പോഴും നമുക്ക് ഒന്ന് ഉണർന്നിരിക്കുന്നതിന് നിങ്ങൾക്കാർക്കെങ്കിലും വിമുഖത തോന്നുന്നുവോ? ഇല്ല എന്നാണ് മുഗു ഡെവലപ്മെന്റ് വിഷൻ MDVയുടെ പ്രതീക്ഷ. പ്രതികരണശേഷിയില്ലാത്തത് കൊണ്ടോ അതോ നമ്മുടെ വികസന വീക്ഷണത്തെ ഇല്ലായ്മയുടെ ഗർത്തങ്ങളിലേക്ക് തള്ളിവിടുന്ന ഏതെങ്കിലും കുരുട്ടുബുദ്ധികൾ തലപൊക്കിയിട്ടുണ്ടോ? എന്നാൽ അതിനെക്കുറിച്ച് നാം ബോധവാന്മാരാണ്. പൊതുപ്രവർത്തനങ്ങളിൽ പിന്തിരിപ്പൻ നയം സ്വീകരിച്ച് പുറംതിരിയുന്ന പൊള്ളവാദങ്ങൾ പേറിയാൽ വരും കാലങ്ങളിൽ പുതുതലമുറ ശാപവാക്കുകൾ ചൊരിയാതിരിക്കില്ല. പ്രയത്നത്തിന്റെ പ്രതിരൂപങ്ങൾ പലതിലും പ്രതിഫലിക്കുമ്പോൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം, നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് നാടിന്റെ പുരോഗതിക്കും നാട്ടുകാരുടെ വളർച്ചയ്ക്കും. ഇതിനായി മുഗു ഡെവലപ്മെന്റ് വിഷൻ MDV മുന്നോട്ട് വെക്കുന്ന എളിയ നിർദ്ദേശം: സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമ്മുടെ ത്രിതല പഞ്ചായത്തിലെ മെമ്പർമാരെ, നമ്മുടെ പ്രശ്നത്തിന്റെ ഗൗരവം ഉണർത്തിയോ? ഇന്നാടിനെ കുറിച്ച് അവർക്ക് വല്ലത് പറയാനുണ്ടോ? അവരെ ഉൾക്കൊള്ളിച്ച് നമുക്ക് ഒരു വികസന മുന്നേറ്റ സമിതി രൂപീകരിച്ചുകൂടെ? എന്നിട്ട് ഇടപെടേണ്ട ഇടങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ. വൻമാറ്റമായിരിക്കും ഫലം, തീർച്ച. മുഗു 2020 വിഷൻ ഇങ്ങനെ ദർശിക്കാം. കഴിഞ്ഞ കാല സുഹൃത്തുക്കൾക്ക് കടിഞ്ഞാണേന്തിയ ജനപ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ, നാട്ടുകാരണവന്മാർ, നാടിന്റെ സമ്പത്തായ യുവാക്കൾ, എല്ലാവർക്കും കൃതജ്ഞത നേരുന്നു. ഇനിയും നമുക്ക് കണ്ണികളാകാം. ഈ മുന്നേറ്റ പാതയിൽ നമ്മളാൽ കഴിയുന്നത് പ്രതീക്ഷയിലേക്ക് കണ്ണും നട്ട്. സ്നേഹപൂർവം ഇട MDV മുഗു ഡെവലപ്മെന്റ് വിഷൻ. ഈ വീഡിയോ ഡോക്യുമെന്ററി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് നമുക്ക് പങ്കാളികളാകാം ഈ സുഹൃത്തുക്കളിൽ.